ഹലോ നമസ്കാരം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡാവോ എന്ന ഒരു ടെക്നിക്ക്? അതായത് ആൾക്കാർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ ഒരു അബ്യൂസ് ചെയ്യുന്ന ആള് ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട്, അതായത് നമ്മുടെ പാർട്ട്ണർ ആയിരിക്കാം. അപ്പം അവര് നമ്മളെ വെർബലിയോ ഇമോഷണലിയോ ഫിസിക്കലിയോ ശാരീരികമായോ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കാം, അറ്റാക്കിംഗ് ബിഹേവിയർ വരുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അയാള് നമ്മള് ഈ ഇമോഷണലി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആള് എന്ത് പറയുന്നു വെച്ച് കഴിഞ്ഞാല്, അയാൾ അത് ചെയ്തിട്ടില്ല എന്ന് ഡിലേ ചെയ്യുക. ഞാൻ അത് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുക. എന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് എന്ത് ചെയ്യുക? എതിർക്കുക. നീ കാരണമാണ് അങ്ങനെ സംഭവിച്ചത്, നീയാണ് അങ്ങനെ ചെയ്തത്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ അബ്യൂസ് അനുഭവിക്കുന്ന ആളെ അബ്യൂസ് ചെയ്യുന്ന ആളാക്കി മാറ്റുന്ന പരിപാടി. എന്നിട്ട് നീയാണ് അതിന്റെ അത് കാരണക്കാരി, നീയാണ് എന്നെ അബ്യൂസ് ചെയ്തത് തിരിച്ച് ഇയാള്, അതായത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആള് അയാള് വിക്ടിം കളിക്കും. അതായത് വിക്ടിം കാർഡ് ഇറക്കുക എന്ന് പറയല്ലേ, അതുപോലെ അയാള് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തു, പക്ഷെ എന്നിട്ടത് അയാൾ ഡിനേ ചെയ്യുന്നു. എന്നിട്ട് നമ്മളിലേക്ക്, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിലേക്ക്, നിങ്ങളാണ് അത് ചെയ്യുന്നത്, നീയാണ് എന്നെ മാനിപ്പുലേറ്റ് ചെയ്തത്, നീയാണ് എന്നെ വെർബലി അബ്യൂസ് ചെയ്തത്, നീയാണ് എന്നെ ശാരീരികമായി ഉപദ്രവിച്ചത്, നീയാണ് എന്നെ ചവിട്ടി ഒഴിച്ചത് എന്നൊക്കെ പറയാം, അല്ലെ നീയാണ് എന്നെ തെറി വിളിച്ചത് എന്നുള്ള രീതിയിൽ ആ ഒരു അബ്യൂസിനെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന പരിപാടിയാണ് ഡാവോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ആൾക്കാർ നമ്മളെ ഓരോ തലത്തിൽ നമ്മളെ മിസ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അവരുടെ ഒരു ടെക്നിക്ക് മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവെയർ ആവുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ധൈര്യപൂർവ്വമായി പുറത്തേക്ക് ഇറങ്ങി വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാനസികാരോഗ്യം ആശംസിക്കുന്നു. സംസാരിക്കുന്ന ഡോക്ടർ എലിസബത്ത് ജോൺ, ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്റർ. താങ്ക് യു.